നമസ്കാരം. ഞാൻ അമലക്ഷി. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാക്കണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 34ാമത്തെ ക്ലാസ്സിലേക്കും അഡ്വാൻസ് ഫിലിം ഡയറക്ഷന്റെ 7ാമത്തെ ക്ലാസ്സിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ഡയറക്ടറും ഒരു എഡിറ്ററും ഫേസ് ചെയ്യുന്ന സിനിമയിലെ വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ്. അതായത് ഈ ഒരു പ്രശ്നം വലുതാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ആ പ്രോബ്ലം എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് പറയുകയാണെങ്കിൽ ആസ് എ ഡയറക്ടറിന്റെ ഒരു വിഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു സീൻ എന്ന് പറയുന്നത് ഓരോ സീനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ആദ്യത്തെ സീനിന്റെ പർപ്പസ് എന്താണോ അത് ആ ഒരു സീൻ ആൾക്കാർ കണ്ടു തുടങ്ങി, ആ ഒരു സീൻ കണ്ട് കണ്ട് എൻഗേജ് ആയി, ഇൻട്രസ്റ്റ് ആയി, ആ ഒരു സീനിന്റെ പർപ്പസ് കഴിഞ്ഞതോടുകൂടി അടുത്ത സീനിലേക്ക് പോവുകയാണ് അല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രേക്ഷകന്റെ സൈഡിൽ നിന്ന് അയാൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി ആ ഒരു സിനിമ കണ്ടിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു സീൻ കഴിഞ്ഞു, അടുത്ത സീനിലേക്ക് പോകാൻ നേരത്ത് അയാളുടെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളെല്ലാം പോയി. അപ്പം ആ ഒരു സെക്കൻഡ് അവരുടെ ആ ഒരു 1-2 സെക്കൻഡ് ഇത്തരത്തിൽ അവരുടെ ആ ഒരു അറ്റൻഷൻ ആ ഒരു സ്ക്രീനിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് അവർ ചിലപ്പം തിയേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, മിസ് കോൾ വന്ന് നോക്കും, വാട്സപ്പ് നോക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും 2-3 സെക്കൻഡ് കഴിയുമ്പം അടുത്ത സീൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അടുത്ത സീനിലും വീണ്ടും ഇങ്ങനെ ഇരിക്കും. ആ ഒരു സീൻ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഈ ഒരു അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശ്രദ്ധ അതിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ഉണ്ടാക്കുന്ന ലോകമാണല്ലേ. അപ്പോൾ ആ 2.5 മണിക്കൂറും അവർ ആ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു ലോകത്ത് നിന്ന് അവരുടെ ശ്രദ്ധ പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഡയറക്ടറിന്റെ പരാജയമാണ് അതല്ലേ. അപ്പോൾ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകാൻ നേരത്ത് ഒരു പ്രേക്ഷകന്റെ ശ്രദ്ധ അവിടെ നിന്ന് പോകാതിരിക്കാനായിട്ട് ചില ടെക്നിക്സുകൾ ഒരു ഡയറക്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ ടെക്നിക്സ് തന്നെ ഇത്തരത്തിൽ എഡിറ്ററിനെയും മറ്റൊരു രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതായത് പറയുകയാണെങ്കിൽ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുക എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ സീനിന്റെ അവസാനത്തെ ഷോട്ടും രണ്ടാമത്തെ സീനിന്റെ ആദ്യത്തെ ഷോട്ടും തമ്മിൽ കണക്ട് ആയാൽ മാത്രമേ ഒരു സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സീനുകളും ഇങ്ങനെ പോവുകയുള്ളൂ അല്ലേ. എന്നാൽ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിനിമയിലെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഒരു രാത്രിയുള്ള സീനാണെന്ന് നോക്കുക, എന്നാൽ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഒരു പകലുള്ള സീനാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സീനിന്റെ അവസാനത്തെ ഷോട്ട് രാത്രിയാണ്, രണ്ടാമത്തെ സീനിന്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് പകലാണ്. അപ്പോൾ രാത്രി പകലും കൂടെ പെട്ടെന്ന് എടുത്ത് വെച്ച് കാണിക്കുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രി പെട്ടെന്ന് അത് പകലായി, അങ്ങനെ കാണുകയാണെങ്കിൽ കാണുന്ന പ്രേക്ഷകൻ തോന്നി ഒറ്റ സെക്കൻഡിനുള്ളിൽ എന്താ പകലായോ എന്ന് തോന്നുമില്ലേ. അപ്പം അവിടെ ആ ഒരു തോന്നൽ വരാതെ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എഡിറ്ററിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഡിറ്ററിനെയും ഡയറക്ടറിനെയും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ചില എഡിറ്റിംഗ് ടെക്നിക്സുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഡയറക്ടർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 എഡിറ്റിംഗ് ടെക്നിക്സ് എന്തെല്ലാമാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് ഏതെല്ലാമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫിക്കൽ കട്ട്, മൂവ്മെന്റ് കട്ട്, സൗണ്ട് കട്ട്, ജെ കട്ട്, എൽ കട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ 5 കട്ടുകളും എന്തെല്ലാമാണെന്നും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും വെറുതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല, പ്രോപ്പർ ഓരോ സിനിമയിലും ഇതെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വ്യക്തമായി എടുത്ത് കാണിച്ചു തന്നുകൊണ്ടാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ചെറിയൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ എഡിറ്റിംഗ് ടെക്നിക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു ഫിലിം എഡിറ്റർ അറിഞ്ഞാൽ പോരെ, ഡയറക്ടർ ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതായത് പണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ ഡയറക്ടർ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം എഡിറ്റർ ചെയ്തോളും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഫിലിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട്, അതായത് നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫറോടും ആർട്ടിസ്റ്റിനോടും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്താൽ മാത്രമേ എഡിറ്റർക്ക് ആ ഒരു രീതിയിൽ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ പറഞ്ഞ കട്ട്സ് എല്ലാം അവിടെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ട് കൊടുത്തിട്ട് ഇന്ന രീതിയിൽ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ എഡിറ്റർക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതെല്ലാം ഡയറക്ടർ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ ഒരു കട്ടിലേക്ക് പോകാം, ഗ്രാഫിക്കൽ കട്ട്. അപ്പോൾ ഗ്രാഫിക്കൽ കട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഷോട്ടിൽ നിന്ന് അടുത്തൊരു ഷോട്ടിലേക്ക് പോകണമല്ലേ. അതായത് ആദ്യത്തെ സീനിൻ്റെ ഏറ്റവും അവസാനത്തെ ഷോട്ടിൽ നിന്ന് രണ്ടാമത്തെ സീനിൻ്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ടിലേക്ക് പോകണമല്ലേ. അപ്പോൾ ഈ 2 ഷോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഒരു ഷോട്ട് കഴിഞ്ഞു അടുത്ത ഷോട്ട് എടുത്ത് അവിടെ വെക്കണമെങ്കിൽ ആ ഒരു മാച്ച് വരണമല്ലോ. ആ ഒരു അവിടെയാണല്ലോ നമുക്ക് ആ ഒരു പ്രേക്ഷകൻ്റെ അറ്റൻഷൻ സ്പാൻ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഡിറ്റിംഗിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഗ്രാഫിക്കൽ കട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ആദ്യത്തെ സീൻ്റെ അവസാനത്തെ ഷോട്ടിൽ ഉണ്ടായിരുന്ന എന്ത് ഗ്രാഫിക്കൽ ഇമേജ് ആണോ പ്രേക്ഷകൻ കാണുന്നത്, അതേ ഗ്രാഫിക്കൽ ഇമേജിന് തുല്യമായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആയിരിക്കും രണ്ടാമത്തെ ഷോട്ടിൽ വരിക. അപ്പോൾ ഗ്രാഫിക്കൽ മാച്ചിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നായികയെ കാത്തിരിക്കുന്ന നായകൻ, അതായത് ഈ നായിക വന്നിട്ട് ഒരുമിച്ച് ഒളിച്ചോടാനാണ് ഇവർ രണ്ടുപേരെയും പ്ലാൻ. ഓക്കെ, ആദ്യത്തെ സീൻ അതാണ്. അപ്പോൾ നായകൻ വന്നു, നായകൻ ആരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, നായകനോട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. ആ ഒരു സീൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സീൻ കാണിക്കേണ്ടത്, അതായത് നായികയ്ക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട് പറ്റിയില്ല, വീട്ടുകാർ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സീൻ, ആദ്യത്തെ സീൻ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് നായികയുടെ വീട്. അപ്പോൾ ഈ 2 സീൻ കൂടെ ഒരുമിച്ച് കാണിക്കണമെങ്കിൽ
നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഗ്രാഫിക്കൽ കട്ട് വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 മണിക്കാണ് ട്രെയിൻ വരുന്നത്. നായകൻ നോക്കുമ്പോൾ ട്രെയിൻ വരുന്നു. വാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് 8 മണിയായി. അവിടെ ആ നായകൻ വാച്ചിലേക്ക് നോക്കുന്നതാണ് ആദ്യത്തെ സീൻ്റെ അവസാനത്തെ ഷോട്ടെങ്കിൽ ഇത്തരത്തിൽ രണ്ടാമത്തെ സീനിലേക്ക് വരുന്ന സമയത്ത് ആ രണ്ടാമത്തെ സീൻ എന്ന് പറഞ്ഞാൽ നായികയുടെ വീടാണല്ലേ. അപ്പോൾ നായികയുടെ വീട്ടിലുള്ള ക്ലോക്ക് കാണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ആ ഒരു രണ്ടാമത്തെ സീൻ്റെ ആദ്യത്തെ ഷോട്ട് തുടങ്ങുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് ആ ഒരു സർക്കിൾ ഇവിടെ ഗ്രാഫിക്കൽ മാച്ച് എന്ന് പറയുന്നത് വാച്ചിന് വന്ന അതേ സർക്കിളാണ് ഇത്തരത്തിൽ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ക്ലോക്കായിട്ട് വന്നിട്ടുള്ളത്. അതായത് ആ വാച്ച് കാണിക്കുന്നു, വാച്ചിൽ നിന്ന് നേരെ ക്ലോക്കിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഗ്രാഫിക്കൽ അതായത് മനുഷ്യൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരേ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഒരു കട്ട് വരാം, ആ ഒരു കട്ടിൻ്റെ ഒരു ഫീൽ വരികയില്ല, ഓട്ടോമാറ്റിക് ഒരു കണ്ടിന്യൂഷൻ തോന്നുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്കൽ മാച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ വാച്ചിൻ്റെ കേസിൽ സർക്കിളാണ് വരുന്നതെങ്കിൽ സർക്കിൾ മാത്രമല്ല ഏതൊരു ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ടും അതായത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏതൊരു ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു ഗ്രാഫിക്കൽ മാച്ച് അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അതായത് ഈ ഒരു സീനിൻ്റെ അവസാനത്തെ ഷോട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു പാത്രത്തിൽ നിന്നൊരു ചട്നിയോ ചമ്മന്തി എന്തോ ആ ഒരു അമ്മ കോരി എടുക്കുന്നതാണ്. എന്നാൽ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് അടുത്ത സീനിൻ്റെ ആദ്യത്തെ ഷോട്ടാണ്. ആ ഷോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയോ, കണ്ടോ, ആ ഒരു അടുത്ത ഷോട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു രണ്ടാമത്തെ സീനിലെ ആദ്യത്തെ ഷോട്ടാണ് വന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ആ പാത്രത്തിലേക്ക് എന്തോ ഇടുന്നതാണ്. എന്നാൽ ആ കോരിയ ചട്നി അല്ല പാത്രത്തിൽ ഇപ്പോൾ ഇടുന്നത്, അത് സാമ്പാറോ മറ്റെന്തോ ആണ്. അതായത് അടുത്ത സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഗ്രാഫിക്കൽ മാച്ച് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ഒരു കറി കോരുന്നൊരു ആ ഒരു നമ്മുടെ മെൻറ്റാലിറ്റിയിലുണ്ട്. അപ്പം നമുക്കിവിടെ ആദ്യത്തെ സീനും ഈ രണ്ടാമത്തെ സീനും ഒന്നാണ്, ഒരേ സ്ഥലത്ത് നടക്കുന്നതാണെന്നുള്ളൊരു ആ ഒരു ഫീൽ കാണുന്ന പ്രേക്ഷകനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് പ്രേക്ഷകൻ അവിടെ ഡിസ്കണക്റ്റ് ആവുകയില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതായത് പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ സീനിൻ്റെ അവസാനത്തെ ഷോട്ടായിട്ട് ഈ ഒരു വാച്ച് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ സീൻ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഷോട്ടായിട്ട് അവിടുത്തെ ആ ഒരു ക്ലോക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങളിതെല്ലാം എടുത്തതിന് ശേഷം ഇത്തരത്തിൽ ആ ഒരു എഡിറ്ററിന് കൊടുക്കുന്ന ആ ഒരു ലോക്ക് ഷീറ്റിൽ ഇതെല്ലാം എഴുതി വെക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എഡിറ്റർക്ക് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് അയാൾക്ക് അത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത കട്ടിലേക്ക് പോകാം. അതാണ് മൊമെന്റ് കട്ട്. അപ്പോൾ ഇവിടെ മൊമെന്റ് മാച്ച് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ സീനിൻ്റെ അവസാനത്തെ ഷോട്ടും രണ്ടാമത്തെ സീനിൻ്റെ ആദ്യത്തെ ഷോട്ടും തമ്മിൽ മാച്ച് ആകുന്നത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വഴിയായിരിക്കും. അതായത് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു സീനിലെ അവസാനത്തെ ഷോട്ടിൽ ഒരാൾ നേരെ നടന്നു പോയിട്ട് ഒരു ശക്തമായിട്ടൊരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ആ ഡോറ് തുറന്ന് ക്ലോസ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് അതേപോലെ അതായത് രണ്ടാമത്തെ സീൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും വേറൊരാൾ ഡോർ തുറന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കട്ട് വരികയാണ്. അതായത് ഏത് മൂവ്മെൻറ്റും ആകാം. അതായത് ഇപ്പോൾ ഒരാൾ ശക്തമായിട്ടൊരു വാളെടുത്ത് വീശുന്നു, എന്നാൽ വേറൊരിടത്ത് വേറൊരാൾ ആ താഴെ വന്ന് പതിക്കുന്നത് വേറൊരു കോടാലിയാണെങ്കിൽ അതും ഒരു മൂവ്മെൻറ്റ് മാച്ചായിട്ട് നിങ്ങൾക്ക് കരുതാൻ പറ്റുന്നതാണ്. വേണ്ട രമണ, ഞാൻ പോവാ. കണ്ടില്ലേ? അപ്പോൾ അടുത്ത സീനിലേക്ക് വന്നു. അതായത് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ ഒരാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ആ പോലീസ് സ്റ്റേഷനിലെ സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് വന്നു. ആ വന്ന സമയത്ത് നമുക്ക് ആ പോലീസ് സ്റ്റേഷനിലെ സീൻ്റെ അവസാനത്തെ ഷോട്ടും അതുപോലെ തന്നെ ഈ വീട്ടിലെ സീൻ്റെ ആദ്യത്തെ ഷോട്ടും ഒന്ന് കണ്ടു നോക്കാം, അവരെങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മളൊന്ന് ബാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ കാണാൻ പറ്റുന്നുണ്ട്. ചേട്ടാ ചായ കുടിച്ചിട്ട് വേണ്ട രമണ, ഞാൻ പോവാ. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു മൂവ്മെൻറ്റ് കട്ടാണ്. അതായത് ആ ഒരു അയാൾ ചെയ്ത ആക്ഷൻ എന്താണ്, അതായത് വണ്ടിയുടെ ആ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു ആക്ഷനും എല്ലാം അവിടെ കണ്ടിന്യൂ വന്നിട്ട് ഇത്തരത്തിൽ ആ ഒരു അമ്മ ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇനി അടുത്ത, അതായത് ഇപ്പോൾ നമ്മളൊരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് വന്നു, ഇനി വീണ്ടും അടുത്ത സീനിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇന്നലെ രാത്രി എവിടെയായിരുന്നടാ? ഊണ് കഴിക്കുമ്പോൾ വന്നില്ലല്ലോ. ചിന്നഞ്ചേട്ടന്റെ കടയിലായിരുന്നു. വഞ്ചൂരിൽ നമ്മുടെ കൃഷ്ണേട്ടന്റെ വീട്ടിൽ ലൈറ്റ് ഇടാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ പോയതാ. എന്റെ നോണ പറയാനല്ല. എന്നാ പിന്നെ വിശ്വസിക്കണ്ട. കണ്ടില്ലേ? അതായത് പുള്ളി ഡോർ അടച്ചിട്ട് അടുത്ത ഡോർ തുറന്ന് വന്നത് അടുത്ത സീനിലേക്കാണ്. അപ്പോൾ ആ ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന അതും അവിടെ ഒരു മൂവ്മെന്റ് കട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം മൂവ്മെന്റ് മാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു അറ്റൻഷൻ സ്പാൻ ആൾക്കാരുടെ കുറയുന്നത് നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു കട്ട് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അതാണ് സൗണ്ട് മാച്ച്.
ഇതുപോലെ തന്നെ ആദ്യത്തെ സീനിൻ്റെ അവസാനത്തെ ഷോട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ സീനിൻ്റെ ആദ്യത്തെ ഷോട്ടും തമ്മിൽ ഒരു സൗണ്ടിലൂടെ ഏതെങ്കിലും ഒരു സൗണ്ടിലൂടെ ഇത്തരത്തിൽ എന്താ പറയുക അതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് സൗണ്ട് മാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു സീൻ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഒരു ചൂളം വിളി അറിയാലോ, അതായത് ഒരു ആ ഒരു ചൂളം വിളിയിൽ നിന്ന് ആ ഒരു സൗണ്ടിൽ ഇങ്ങനെ നിലനിർത്തിയിട്ട് അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീടിൻ്റെ അടുക്കളയാണെങ്കിൽ അവിടെ പ്രഷർ കുക്കർ വിസിലടിക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു വിസിലിൻ്റെ സൗണ്ടും അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ സൗണ്ടും തമ്മിൽ മാച്ച് ആകുന്നിടത്ത് അവിടെ കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താണോ ആക്ച്വലി ആദ്യത്തെ സീൻ്റെ ആ ഒരു അവസാനം വരുന്ന സൗണ്ടും അതേ സൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സൗണ്ടിലൂടെ ആയിരിക്കും അടുത്തൊരു രണ്ടാമത്തെ സീൻ്റെ ആദ്യത്തെ ഷോട്ട് വരുന്ന സമയത്ത് അവിടെ കണക്റ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എൽക്കട്ട് എന്താണെന്ന് നോക്കാം. അതായത് എൽക്കട്ട് എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ, അതായത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 2 ടൈം ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇത്തരത്തിൽ ഒന്നെന്ന് പറയുന്നത് വീഡിയോയുടെ ടൈം ലൈനും അതിന് തൊട്ട് താഴെയായിട്ട് ഇത്തരത്തിൽ ഓഡിയോയുടെ ടൈം ലൈനും. അപ്പോൾ ഈ ഒരു ടൈം ലൈനിനുള്ളിലേക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എൽക്കട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു എൽക്കട്ട് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ്. അതായത് നിങ്ങൾ എൽക്കട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു എല്ലിൻ്റെ ഷേപ്പ് വരുന്നതായിരിക്കും. അതൊരു ജസ്റ്റ് ആ ഒരു പേര് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാൽ ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ലൈനിൽ ഒരു എല്ലിൻ്റെ കട്ട് വരണമെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഒരു സീൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് വരുന്ന സമയത്ത് അടുത്തൊരു വിഷ്വൽ വരുന്ന സമയത്ത് അവിടെ ആ ഒരു പുതിയ വിഷ്വലിൻ്റെ സൗണ്ട് അവിടെ കൊടുക്കുകയില്ല. പകരം ആദ്യത്തെ വിഷ്വലിൻ്റെ സൗണ്ട് എന്താണോ അത് തന്നെയായിരിക്കും അവിടെ കണ്ടിന്യൂ ചെയ്തത്. കുറേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയൊരു സൗണ്ട് വരികയുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണുമെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് വളരെ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഒരു മരണ വീടാണെന്ന് കരുതുക. ആ ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന നായകൻ, ആ നായകൻ്റെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ആരോ മരിച്ചുപോയി, ആൾക്കാരെല്ലാം കടന്ന് കരയുന്നു, ബഹളം വെക്കുന്നു, അങ്ങനത്തെ ഒരു അതാണ് നിങ്ങളുടെ ആദ്യത്തെ സീൻ. ആ സീൻ അവിടെ കഴിഞ്ഞു. അടുത്ത സീൻ എന്ന് പറയുന്നത് രാത്രിയായി. ഈ മരണം നടന്നത് പകലാണ്. അടുത്ത സീൻ എന്ന് പറയുന്നത് രാത്രിയായി. രാത്രി നമ്മുടെ നായകൻ ടെറസിൻ്റെ മുകളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അതാണ് അടുത്ത സീൻ. ഇവിടെ എങ്ങനെയാണ് എൽക്കട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് നായകൻ ആ മരണ വീട്ടിലിരിക്കുന്നു, വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, അവിടെ കുറേ ആൾക്കാർ വാവിട്ട് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ആ ഒരു സൗണ്ട് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഇതാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു സൗണ്ടും ഉണ്ടായിരിക്കും. നമ്മൾ ആ ടൈം ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇവിടെ ഇങ്ങനെ വീഡിയോ പോകുന്നു, അതിൻ്റെ തൊട്ട് താഴെ ഈ ആൾക്കാരുടെ കരച്ചിൽ ടൈം ലൈൻ പോകുന്നു. എന്നാൽ ഇവിടെ എൽക്കട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നായകൻ്റെ ആ ആ ആ ഒരു പകലിലെ സീൻ അവിടെ നിർത്തിയിട്ട് അടുത്ത സീൻ പോയി വരുന്നത് നായകൻ ടെറസിൻ്റെ മുകളിലിരുന്ന് ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ നായകൻ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണിക്കുന്നു. എന്നാൽ അവിടെ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ആദ്യ മരണ വീട്ടിൽ ആ നടന്ന കരച്ചിലും ബഹളവും ഒക്കെ തന്നെയായിരിക്കും ഒരു ആദ്യത്തെ ഒരു 5-10 സെക്കൻഡ് കേൾപ്പിക്കുക. അപ്പോൾ അവിടെയാണ് ശരിക്കും എന്താണ് എൽക്കട്ട് വരുന്നത്. അങ്ങനെ ആ ഒരു എൽക്കട്ട് അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് ഉപയോഗിക്കുക ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ സീനിൽ നിന്ന് രണ്ടാമത്തെ സീനിലേക്ക് പോയ സമയത്ത് തന്നെ ആ ഹീറോയുടെ മനസ്സിലെ വിഷമം, അയാൾ നായകൻ്റെ ആരോ വളരെ വേണ്ടപ്പെട്ട ആരോ മരിച്ചുപോയി, ആ ഫീൽ ഇപ്പോഴും അയാളുടെ അതായത് പകലായിരുന്നു നടന്ന രാത്രി ആയപ്പോഴും അയാളുടെ മനസ്സിൽ ആ വിഷമം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഒബ്വിയസ്ലി അതിൻ്റെ കൂടെ ആ ആക്ടർ വിഷമിച്ചിരിക്കുന്ന ആൾക്ക് നമ്മൾ ഫേസ് ക്ലോസിലൊക്കെ വെച്ച് കാണിക്കും, അതൊക്കെ പോട്ടെ. പകരം ഈ ഒരു എൽക്കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും അയാളുടെ ആ ഒരു മാനസികാവസ്ഥ അതാണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ജേക്കട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു വിഷ്വൽ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൗണ്ട് മുമ്പത്തെ സീനിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നായകൻ ഇത്തരത്തിൽ എന്താ പറയുക ഒരു കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത സീൻ കാണിക്കേണ്ടത് ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അയാളിപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ട്രെയിൻ വരുന്ന സൗണ്ട് വരും. അപ്പോൾ ആൾക്കാർ ഈ ട്രെയിനിൻ്റെ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അടുത്ത സീൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സീനിൽ നിന്ന് രണ്ടാമത്തെ സീനിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് എഡിറ്റർ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്സുകൾ ഒരു ഡയറക്ടർ മുൻകൂട്ടി പഠിച്ച സമയത്ത് അയാൾക്ക് ഇങ്ങനെ കുറേയധികം മാജിക്കുകൾ സിനിമയിൽ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ എഡിറ്ററിൻ്റെ മാത്രമല്ല സിനിമാറ്റോഗ്രാഫറിൻ്റെയും ബാക്കി എന്തെല്ലാം ആർട്ടുകളാണോ എന്തെല്ലാം ക്രാഫ്റ്റുകളാണോ സിനിമയിലുള്ളത് ആ ക്രാഫ്റ്റുകളുടെ എല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള പണികൾ എന്തെല്ലാമാണെന്ന് ഡയറക്ടർ അറിഞ്ഞിരുന്നാൽ എത്ര നല്ല കോണ്ടന്റ് അല്ലെങ്കിൽ എത്ര നല്ല സിനിമയായിരിക്കും ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയായിരിക്കും പൃഥ്വിരാജൊക്കെ സിനിമയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ, അതായത് തൻ്റെ പണി ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ മാത്രമല്ല മറ്റുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ വർക്കുകളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബേസിക് കൂടി ഇത്തരത്തിൽ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലൂസിഫർ പോലത്തെ പടങ്ങൾ അല്ലെങ്കിൽ നല്ല പടങ്ങൾ വരാനായിട്ട് വെമ്പുരാനൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ മാത്രമല്ല നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും പണിയെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും